परम शांति माँ बाबूजी का കൊടി കൊടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് മനുഷ്യർക്ക് എങ്ങനെയാണ് അസുഖം വരുന്നത്. പക്ഷേ നിങ്ങൾ ഇത് സാധാരണമായി കണക്കാക്കുമെങ്കിലും നിങ്ങൾക്ക് അസുഖം വരുന്നത് എങ്ങനെയാണ്, ഏതിൽ കൂടെയാണ് വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. എന്നാലാണ് നിങ്ങൾക്ക് അതിനെ ഇല്ലാതാക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തുള്ള ഡോക്ടർമാർ ആശുപത്രികളിൽ കൂടി ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഭഗവാനെ ധ്യാനിക്കും. കാരണം ഹോസ്പിറ്റലും ഉണ്ട്, അമ്പലങ്ങളും എല്ലാം. അവിടെയും പ്രാർത്ഥനകളെല്ലാം പല ഹോസ്പിറ്റലുകളും വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള ആചാരങ്ങൾ ഉണ്ട്. അത് എന്താണ് ഈ ഭഗവാനും നിങ്ങളുടെ അസുഖവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമ്മൾക്ക് നോക്കാം. ഇനി ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾക്ക് ഭൗതിക ശരീരത്തിൽ എങ്ങനെ അസുഖം വരുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. ഈ ഭൗതിക ലോകമായ 5 തത്വത്തിൽ, അതായത് ആകാശ്, വായു, അഗ്നി, ജലം, പൃഥ്വി, മനുഷ്യർക്ക് അസുഖം വരുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, സത്യയുഗത്തിൽ 33 കോടി ദേവി ദേവതയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു രാജാവാണ് ഉണ്ടായിരുന്നത്. പൃഥ്വി എന്ന രാജാവാണ് ഉണ്ടായിരുന്നത്. ഒരു ധർമ്മമാണ് ഉള്ളത്. ദേവി ദേവത സനാതൻ ധർമ്മം ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നത്. ആ സമയത്ത് സത്യം മാത്രമേ പറയുകയുള്ളൂ. ആ സമയത്ത് മേലെ ലോകത്തേക്ക് പോകാൻ മെഹർ ലോകത്തിൽ നിന്ന് ദിവ്യ ഋഷിമാർ നമ്മുടെ ഭൂമിയിൽ വന്ന് ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം പകർന്നു കൊടുക്കുമായിരുന്നു അന്ന്, ആ സത്യയുഗത്തിൻ്റെ ആ സമയത്തിൽ. അങ്ങനെ സത്യയുഗത്തിൽ ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം പകർന്നു കൊടുത്ത് പുരുഷാർത്ഥം ചെയ്ത് മേലെ ലോകത്ത്, അതായത് നമ്മൾ ആരെയാണോ ധ്യാനിക്കുന്നത് അവിടേക്ക് ഒരു സെക്കൻഡിൽ പോകാൻ സാധിക്കുന്നു. അതാണ് നമ്മുടെ ഭൂമിയുടെ ഒരു ഭാഗ്യം. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ ലോകത്ത് പോയി തപസ് ചെയ്താലും നിങ്ങൾക്ക് ഓരോരോ ലെയറായിട്ട് മാത്രമേ മേലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ ഭൂമിയിൽ വന്ന് ജ്ഞാനം പഠിച്ച് നിങ്ങൾ ആ പരമാത്മയെ ധ്യാനിച്ച് അതിൻ്റെ പവർ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ നിങ്ങൾ ആരെയാണോ ധ്യാനിക്കുന്നത് അവരുടെ ആ ഭഗവാന്റെ അടുത്തേക്ക് പോകാം എന്നതാണ് ഈ ഭൂമിയിലെ, ഈ കർമ്മഭൂമിയിലെ മഹത്വം. സത്യയുഗത്തിൽ അസുഖങ്ങളോ മറ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം ബ്രഹ്മസുഖം അനുഭവിക്കുന്നവരാണ് ആ സമയത്ത്. ബ്രഹ്മത്തെ മാത്രം ഉപാസിക്കുന്നവരാണ് ആ സത്യയുഗത്തിൽ ജീവിച്ചിരിക്കുന്നത്. 33 കോടി ദേവി ദേവത, 33 കോടി ദേവി ദേവതയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഒരു അസുഖവും ഇല്ലാത്തവരാണ്. കാരണം അസുഖം വരുന്നത് എന്തുകൊണ്ടാണ്? ചിന്തകൾ കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത്. എന്നാൽ ഇപ്പോൾ അനേക ജാതി, മത, ധർമ്മ, സമ്പ്രദായങ്ങൾ വന്നതിനാൽ വേറെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ മനുഷ്യനെ പിടികൂടുകയും ഓരോരോ ആളുകളുടെ ചിന്തകൾ വേറെയാണ്. ഓരോരോ ജാതി മത ചിന്തകൾ ഉള്ള ആൾക്കാരുകൾ, അവരുടെ ചിന്തകളും അതുപോലെ വേറെ ചിന്തയാണ്. ആ ചിന്തകളെല്ലാം, നിങ്ങളുടെ ആ സങ്കല്പങ്ങൾ എല്ലാം കാരൻ ശരീരത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ കാരൻ ശരീരത്തിൽ റെക്കോർഡ് ചെയ്യുന്ന ഒന്നിനു മേലെ ഒന്നായി കാരൻ ശരീരത്തിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ആ സമയത്ത് അത്യാചാരം വളർന്ന് അത്യാചാരം കൂടുതൽ ഉണ്ടാകുന്ന ഈ സമയത്തെല്ലാം
അത്യാചാരം കൂടുതൽ ഉള്ള സമയമാണ്. കാരണം കാമക്രോധ ലോഭമോഹ അഹങ്കാര ഈർഷ്യ ഇവ മുതലായവ ഉള്ളതിനാൽ പലരും പല സങ്കല്പങ്ങളുമാണ്. ചിലവർ കാമക്രോധത്തെയായിരിക്കും കൂടുതൽ പിന്നെ ലോഭത്തെയായിരിക്കും പിന്നെ മോഹത്തെ ആയിരിക്കും സങ്കല്പിക്കുന്നത്. അങ്ങനെ പല പല കാര്യങ്ങളെയും. പിന്നെ ചിലവർക്ക് അഹങ്കാരമായിരിക്കും. മറ്റുള്ളവരെ കണ്ടാൽ ഞാൻ എന്തിനു സംസാരിക്കണം, നീ സംസാരിക്കുന്നില്ല അങ്ങനെയുള്ള പല പല ചിന്തയുള്ള ആൾക്കാരുകൾ ആയിരിക്കും. അതെല്ലാം നിങ്ങളുടെ കാരൻ ശരീരത്തിൽ ഒന്നിനു മേലെ ഒന്നായി റെക്കോർഡ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വൈബ്രേഷൻ വരുന്ന സമയത്ത് ആ സെല്ല്, അവിടുത്തെ ഒരു സെല്ല് ഡാമേജ് ആകും. ആ ഡാമേജ് ആകുന്നത് കൂടി ആ കാരൻ ശരീരത്തിൽ നിന്ന് പ്രവഹിച്ച് സൂക്ഷ്മ ശരീരത്തിലേക്ക് അസുഖം പടരുന്നു. കാരണം നിങ്ങളുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുമെന്നോ ആ കർമ്മം റെക്കോർഡാകും. പക്ഷേ അത് നിങ്ങൾക്ക് അറിയുന്നില്ല. കാരണം പൂച്ച പാല് കുടിക്കുന്ന സമയത്ത് ആരും കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് പാല് കുടിക്കുന്നത്. പക്ഷേ ആ മേലെയിരിക്കുന്ന ഒരു ചൈതന്യ ശക്തി നിങ്ങളുടെ കാരൻ ശരീരത്തിൽ റെക്കോർഡാവുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത ഭാഗ്യം ഉദിക്കുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നതോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത ഭാഗ്യമാണോ ദുർഭാഗ്യമാണോ ചിന്തിക്കുന്നത് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഓരോരോ നിങ്ങൾ ചിന്തിക്കുന്ന ഓരോരോ സംഗതിയും ഓരോരോ സങ്കല്പവും കാരണ ശരീരത്തിൽ റെക്കോർഡായി അത് സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രതിഫലിക്കുന്നു. അതാദ്യം അറിയണം. കാരണ ശരീരത്തിൽ റെക്കോർഡായ സാധനം ഡാമേജായി അത് സൂക്ഷ്മ ശരീരത്തിൽ പ്രതിഫലിക്കുന്നു. സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂൽ ശരീരത്തിലേക്ക് പ്രതിഫലിക്കുന്നു. കാരണം സ്ഥൂൽ ശരീരം പറഞ്ഞാൽ നമ്മുടെ ഭൗതിക ശരീരം. അങ്ങനെയാണ് നമ്മൾക്ക് അസുഖം വരുന്നത്. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കണം. നമ്മൾ ഈ ബോഡിയിൽ അസുഖം വന്നാൽ ആദ്യം കാണുന്നത് ഡോക്ടറിനെയാണ്. ആ ഡോക്ടർ മരുന്ന് കുറിക്കുകയും നമ്മളുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ ഭേദമാവുകയും ചെയ്യും. പക്ഷേ വലിയ വലിയ അസുഖങ്ങൾ ഭേദമാവില്ല. സൂക്ഷ്മ ശരീരത്തിൽ കിടക്കും. അതുപോലെ കാരൻ ശരീരത്തിലും കാരൻ ശരീരം നേരത്തെ ഡാമേജ് ആയത് അതുപോലെ കിടക്കും. അത് പിന്നീട് കുറേ പ്രാവശ്യം മരുന്നെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ 2 വർഷം 3 വർഷത്തിന് പിന്നെ ഉണ്ടാവുകയില്ല. പിന്നെ പതുക്കെ പിന്നെ വീണ്ടും വരാൻ തുടങ്ങും. കാരണം എന്താണ്? കാരൻ ശരീരം ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് നിങ്ങൾക്ക് വീണ്ടും അസുഖം വരുന്നത്. എത്ര ഡോക്ടറിൻ്റെ അടുത്ത് മരുന്ന് കഴിച്ചോ 2 മാസം 1 വർഷം 2 വർഷം അങ്ങനെ ശരിയായിരിക്കും, അസുഖം ഭേദമാകും. പക്ഷേ പൂർണ്ണമായിട്ടും ഭേദമാകുകയില്ല. കാരണം കാരൻ ശരീരം ഡാമേജ് ആയത് ക്ലിയർ ആകണമെങ്കിൽ പരമാത്മയുടെ ഡിവൈൻ ലൈറ്റ് ആവശ്യമാണ്. അതുപോലെ സൂക്ഷ്മ ശരീരത്തിൽ അസുഖം ഭേദമാകണമെങ്കിൽ ആരെങ്കിലും അനുഗ്രഹം ആവശ്യമാണ്. ചില സമയത്ത് ചിലവരൊക്കെ മന്ത്രങ്ങൾ, അനുഗ്രഹങ്ങൾ, ചരടെല്ലാം ഊതിച്ചെല്ലാം കിട്ടും. അതെല്ലാം സൂക്ഷ്മ ശരീരത്തിലാണ്. അവരുടെ ശരിയായിട്ടുള്ള ആളെ കിട്ടണം. എന്നാൽ മാത്രമേ ആ സൂക്ഷ്മ ശരീരത്തിൽ അസുഖങ്ങൾ മാറാൻ സാധിക്കുകയുള്ളൂ. ചിലവർക്ക് ഒന്നും അറിയില്ല, പക്ഷേ ഊതിക്കെട്ടുന്നത് കൊണ്ട് ഒന്നും ആവുകയില്ല. സൂക്ഷ്മ ശരീരത്തിൽ അസുഖങ്ങൾ മാറുകയില്ല. പക്ഷേ നല്ല ദിവ്യമായ ഒരു ആൾ, അങ്ങനെ അവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മ ശരീരത്തിൽ അസുഖം മാറിക്കിട്ടും. പിന്നെ ഭവിക്കുന്നത് കാരൻ ശരീരമാണ്. കാരൻ ശരീരത്തിൽ അസുഖം മാറണമെങ്കിൽ ആ പരമാത്മയുടെ ഡിവൈൻ ലൈറ്റിന് അല്ലാതെ ഒരു ശക്തിക്കും കഴിയില്ല. അതിനാണ് പറയുന്നത് ജ്ഞാൻ, യോഗ, സേവ, ധാരണ ഇവ പ്രാബല്യം സ്വീകരിച്ച് അഭ്യസിക്കുക. പവർ വന്ന് നിങ്ങളുടെ കാരൻ ശരീരത്തിലെ ജന്മാന്തരത്തിലുള്ള ആ പവർ നിങ്ങളുടെ ഓരോരോ സെല്ലിലും ഇറങ്ങും. ആ പവർ, പരമാത്മയുടെ പവർ ഓരോ സെല്ലിലും ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഏത് രോഗമാണോ ഉണ്ടായിരുന്നത് ആ സെല്ലിൽ ആ പരമാത്മയുടെ പവർ എത്തിക്കഴിഞ്ഞാൽ പതുക്കെ നിങ്ങളുടെ
ശരീരത്തിൽ ഭൗതിക ശരീരത്തിൽ അസുഖങ്ങൾ മാറാൻ തുടങ്ങും. അപ്പോൾ ഭൗതിക ശരീരത്തിൽ അസുഖത്തോടു കൂടി സൂക്ഷ്മ ശരീരത്തിലെ അസുഖവും മാറും. അതുപോലെ കാരണം ശരീരം ഡാമേജ് ആയതും നീറ്റ് ആൻഡ് ക്ലീൻ ആകും. ഇങ്ങനെയാണ് അസുഖം ഭേദമാകുന്നതും അസുഖം വരുന്നതും ഇങ്ങനെയാണ്. ആദ്യം ഡാമേജ് ആകുന്ന സമയത്ത് സത്വഗുണത്തിൽ നിന്നും രജോ ഗുണം, രജോ ഗുണത്തിൽ തമോ ഗുണമാകുന്നു. അതുപോലെ അസുഖം ഭേദമാകുന്ന സമയത്ത് തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണം, രജോ ഗുണത്തിൽ നിന്ന് സത്വ ഗുണം ആകുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അസുഖത്തിൻ്റെ കാരണം ശരീരം, സൂക്ഷ്മ ശരീരം, സ്ഥൂൽ ശരീരത്തിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇത് ഭക്തിമാർഗത്തിൽ ഇരിക്കുന്ന ഒരാൾക്കും ഇതറിഞ്ഞുകൂടാ. ഇത് ബേഹദ് പരം ഗ്യാൻ ആര് അഭ്യസിക്കുന്നു അവർക്ക് മാത്രമേ ഇങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാൻ സാധ്യമാകുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് നിത്യവും അഭ്യസിക്കണം. അഭ്യസിച്ചാൽ മാത്രമാണ് കാരണം ശരീരം ഭേദമാവുകയുള്ളൂ. ആ പരമാത്മാവിൻ്റെ അനുഗ്രഹം, സന്തോഷം, പ്രേമം അത് നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഇത് ശ്രദ്ധിക്കുക. നിത്യകർമ്മയോഗി ആവുക, അതാണ് മെയിൻ സബ്ജക്റ്റ്. എന്താണ് നിത്യകർമ്മയോഗി അത് പിന്നീട് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരുപാട് വീഡിയോ നീണ്ടുപോയി. പരം ശാന്തി. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.